ഈജിപ്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പോയ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസക്കരികിൽ എത്തിയിരിക്കുന്നു. ഇക്കൂട്ടത്തിൽ ഒരു കുരുത്തം കെട്ട ചെറുക്കനുണ്ട്. ഈ ചെക്കൻ ചെന്നപാട് പിരമിഡിലേക്ക് എടുത്തു ചാടും. ഇത് കാണുന്ന അവന്റെ അമ്മ എന്റെ കൊച്ചിന്റെ തലയിപ്പ് പൊട്ടിത്തെറിക്കുമോ എന്ന് അലറി വിളിക്കുമ്പോഴേക്ക് റബ്ബർ വന്ന് കണക്ക് ചെക്കൻ റിട്ടേൺ വരും. അപ്പൊ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഇത് ഒറിജിനൽ ഗിസ പിരമിഡ് അല്ല, ഇത് കള്ളൻ എടുത്തോണ്ട് പോയി. എന്നിട്ട് ഒരു ബലൂൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇന്റർനാഷണൽ ലെവലില് ഇത് വലിയൊരു വാർത്തയായി. പക്ഷെ കള്ളൻ ആരാണെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. പിന്നീട് നമ്മുടെ നായകനായ ഗ്രൂവിനെ കാണുന്നു. ഒരു ചെക്കൻ ഐസ്ക്രീം പോയതിന്റെ പേരിൽ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഗ്രൂ പെട്ടെന്ന് ഒരു ബലൂൺ സെറ്റ് ചെയ്ത് ആ കൊച്ചിന് കൊടുക്കും. എന്നിട്ട് ആ ബലൂൺ കുത്തി പൊട്ടിച്ച് ആ കൊച്ചു കരയുന്നത് കണ്ട് സന്തോഷിക്കും. കാര്യം നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിലും ഇവൻ തന്നെയാണ് നമ്മുടെ സൈക്കോ വില്ലൻ കേട്ടോ. ഇവന് ഭയങ്കര സ്പെഷ്യാലിറ്റി ആണ്. ഇവന്റെ വണ്ടി ഇവന് ഇഷ്ടമുള്ള പോലെ അവന് ജെറ്റിന്റെ മോഡലിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവന്റെ വീടും ആ പരിസരത്തൊന്നും ഇങ്ങനെ ഒരു വീടില്ല കേട്ടോ. അങ്ങനെ അവൻ വീടിനകത്തോട്ട് കയറുമ്പോൾ അവന്റെ പട്ടിക്കുഞ്ഞിനെ നമ്മൾ കാണുകയാണ് കയ്യിൽ. സംഭവം പട്ടിയാണെങ്കിലും പറയണം ഒരു പട്ടിയാണെന്ന്. ഒരു ദിവസം ഗ്രൂവിന്റെ വീട്ടില് 3 പിള്ളേര് കുക്കീസ് വിൽക്കാൻ വരും. അപ്പൊ ഗ്രൂ പറയാണ് ഞാനിവിടെ ഇല്ല എന്ന്. ഇത് പിന്നെ ആരാ സംസാരിക്കുന്നത്, അതെന്റെ പ്രേതം എന്ന് പറഞ്ഞ് ഗ്രൂ വേഗം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗ്രൂവിനെ അവന്റെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ആയിട്ട് ഡോക്ടർ നെഫേരിയോ വിളിച്ച് പറയാണ്, എടാ നീ വലിയ വില്ലനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ കണ്ടില്ലേ നല്ല ആമ്പിള്ളേര് ആ പിരമിഡ് വരെ അടിച്ചോണ്ട് പോയി. ഇത് കേൾക്കുന്ന ഗ്രൂവിന് വലിയ നാണക്കേടായി. കാരണം അവന്റെ ആഗ്രഹമാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വില്ലൻ ആവണം എന്നുള്ളത്. സോ ആ ഒരു ചാൻസ് ആണ് ഇപ്പൊ അവന് നഷ്ടമായിരിക്കുന്നത്. അപ്പൊ ഈ പിരമിഡിനേക്കാൾ വലിയ എന്തെങ്കിലും കാര്യം അടിച്ചു മാറ്റണം. ഗ്രൂവിന് അവന്റെ വീട്ടിലൊരു ബേസ്മെന്റ് ഉണ്ട്. ഈ ബേസ്മെന്റില് അവന് വേണ്ടി ജോലി ചെയ്യുന്ന കുട്ടി ആൾക്കാരാണ് നമ്മുടെ മിനിയൻസ്. 1, 2 അല്ല, ഒത്തിരി മിനിയൻസ് നമ്മുടെ ഗ്രൂവിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഗ്രൂ അങ്ങനെ അവന്റെ ബേസ്മെന്റിലോട്ട് വരികയാണ്. ഗ്രൂ എന്ത് പറഞ്ഞാലും അക്ഷരം പ്രതി അനുസരിക്കും. അതാണ് നമ്മുടെ മിനിയൻസിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഗ്രൂ അവരെ നന്നായി സ്നേഹിക്കുകയും ചെയ്യും കേട്ടോ. ഗ്രൂ ചെന്നപാട് അവരോട് എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങളും ഒക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലൻ ആകണം എന്നുള്ളതല്ലേ, പക്ഷേ അതിനിപ്പോ ഒരു കോട്ട സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ ആരും അറിയാതെ ഏതോ ഒരുത്തൻ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ അടിച്ചു മാറ്റിയിരിക്കുന്നു. കാര്യം നമ്മൾ ഇംഫൽ ടവറും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഏതോ ഒരുത്തൻ വന്ന് ഒരു പിരമിഡ് എടുത്തപ്പോ നമുക്കത് വലിയ നാണക്കേടായിരിക്കാണ്. അവനേക്കാൾ വലിയ സംഗതിയാണ് നമ്മളിനി കൊള്ളയടിക്കാൻ പോകുന്നത്, നമ്മുടെ അമ്പിളി മാമനെ. ഇത് കേൾക്കുന്ന മിനിയൻസ് തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പ് പ്ലാൻ പറഞ്ഞു, റിസർച്ച് ബേസിൽ ഷ്രിങ്കിങ് റേ എന്നൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അത് എടുത്തോണ്ട് വന്ന് നമ്മുടെ അമ്പിളി മാമനെ ഷ്രിങ്ക് ചെയ്ത് ചെറുതാക്കിയിട്ട് വേണം നമ്മൾ മോഷ്ടിക്കാനായിട്ട്. ഇത് കേൾക്കുന്ന നെഫേറിയോ ഇതിനൊക്കെ വലിയ ചെലവാകുമല്ലോ, ലോൺ എടുക്കേണ്ടി വരുമെന്നും പറയുന്നു. പിന്നീട് നേരത്തെ നമ്മുടെ ഗ്രൂവിന്റെ വീട്ടില് കുക്കി വെക്കാൻ വന്ന 3 കുഞ്ഞുങ്ങളെ കാണുവാണ്. ഇവർ ഓർഫൻസ് ആണ്. മൂത്തയാള് മാർഗോ, രണ്ടാമത്തെ ആള് എഡിത്ത്, മൂന്നാമത്തെ ആള് ആഗ്നസ്. മിസ് ഹാറ്റി എന്ന ലേഡി നടത്തുന്ന ഓർഫനേജിലാണ് ഈ കുഞ്ഞുങ്ങൾ താമസിക്കുന്നത്. ഇവരെ കൊണ്ട് കുക്കീസ് വിൽപ്പിക്കുന്നത് ഈ ഹാറ്റിയാണ്. കിട്ടുന്ന പൈസയിൽ പകുതി മുക്കാലും എടുക്കുന്നത് ഈ ഹാറ്റി തന്നെയാണ്. മര്യാദയ്ക്ക് കുക്കീസ് വിറ്റില്ലെങ്കിൽ നിങ്ങളെ ബോക്സ് ഓഫ് ഷെയിമിൽ ഇട്ടുവെക്കുമെന്നും പറഞ്ഞിട്ട് ഹാറ്റി കുഞ്ഞുങ്ങളെ എപ്പോഴും തന്നെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ബോക്സ് ഓഫ് ഷെയിമിൽ കിടന്ന കിട്ടുക എന്നാണ് ഈ കുഞ്ഞുങ്ങൾ കരുതുന്നത്. പിറ്റേ ദിവസം ഗ്രൂവിന്റെ അമ്മ വിളിച്ച് ഗ്രൂവിനെ കളിയാക്കാണ്, എടാ നല്ല ആമ്പിള്ളേരെ ആ പിരമിഡൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയത് ഞാൻ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂവിന് പിന്നെയും വാശിയും ദേഷ്യവും വന്നു. അവൻ എന്തോ ചെയ്തു, നേരെ ബാങ്കിലേക്ക് വിട്ടു. എന്തെടുക്കാൻ? ലോൺ എടുക്കാനായിട്ട്. നമ്മളെ പോലെ അർബൻ ബാങ്കും ഗ്രാമീൺ ബാങ്കും ഒന്നുമല്ല, വില്ലന്മാര് ലോൺ എടുക്കുന്ന ബാങ്ക് ഓഫ് ഈവിളിലോട്ട്. അങ്ങനെ അവൻ ഈ ഒരു ബാങ്കിന്റെ മാനേജറായ പെർക്കിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ലോൺ സാങ്ഷൻ ആവണമെങ്കിൽ പ്ലാൻ ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇവൻ അങ്ങനെ പെർക്കിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവന്റെ അടുത്തോട്ട് വെക്ടർ എന്നൊരുത്തം വരും. അങ്ങനെ ഇവൻ ഒരു വെകിളി കണക്ക് നമ്മുടെ ഗ്രൂവിനോട് വളവളവളാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഗ്രൂ ആണെങ്കിൽ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുമ്പോഴും ഈ ചെറുക്കൻ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെർക്കിൻസ് ഇവനെ കാണാൻ വിളിക്കും. ഗ്രൂ അവന്റെ പ്ലാൻ ഒക്കെ പറയും. അമ്പിളിമാമന്റെ അടുത്തോട്ട് പോയിട്ട് അമ്പിളിമാമനെ മോഷ്ടിക്കാനാണ് പ്ലാൻ. അപ്പൊ റോക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോൺ വേണ്ടതെന്ന്. അപ്പൊ പെർക്കിൻസ്, അല്ല അമ്പിളിമാമനെ ചെറുതാക്കാനായിട്ടുള്ള ഷ്രിങ്കിങ് റേ എവിടെ? അത് എന്റെ കയ്യിൽ നീ കാണിച്ചുകൊണ്ടാ, എന്നിട്ടേ ലോൺ സാങ്ഷൻ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ നീ തിരിച്ചടവ് തെറ്റിച്ചു കഴിഞ്ഞാൽ നിന്നെ ആപ്പിൾ ചതയ്ക്കുന്ന കൂട്ട് ചതച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തിരിക്കുന്ന വെക്ടർ ആണ് ആ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എടുത്തോണ്ട് വന്നതെന്നും കൂടെ പെർക്കിൻസ് പറയുമ്പോൾ ഗ്രൂവിന് നല്ല ദേഷ്യം പിടിക്കും. ആദ്യം തന്നെ ഷ്രിങ്കിങ് റേ എടുക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് ബേസിലേക്ക് നമ്മുടെ ഗ്രൂവും പിള്ളേരും കൂടെ ചെല്ലുവാണ്. അപ്പോൾ ഷ്രിങ്കിങ് റേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സയന്റിസ്റ്റുമാര് ഒരു വലിയ മുട്ടൻ ആനയെ പിടിച്ച് ഒരു കുഴിയാനയുടെ കണക്ക് ചെറുതാക്കുന്നതൊക്കെ ഗ്രൂ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഗ്രൂവിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമായിരുന്നു ഈ ഷ്രിങ്കിങ് റേ അടിച്ചു മാറ്റുന്നതൊക്കെ. അത് അടിച്ചു മാറ്റി ഇവര് വരുമ്പോഴുണ്ട് നമ്മുടെ ആ വെക്ടർ ഉണ്ടല്ലോ, ആ പയ്യൻ
ഗ്രൂവിന്റെയും മിനിയൻസിന്റെ അടുത്ത് നിന്ന് ഈ ഷ്രിങ്കിങ് റേ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നേക്കുവാണ്. കാണുമ്പോൾ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഈ വെക്ടറെ ആള് പുപ്പുലിയ, അവന് സ്വന്തമായിട്ടൊരു സ്പേസ് ഷിപ്പ് ഒക്കെ ഉണ്ടെന്നേ. അതുപയോഗിച്ച് നമ്മുടെ ഗ്രൂവിന്റെയും മിനിയൻസിന്റെ കയ്യിൽ നിന്ന് ഈ ഷ്രിങ്കിങ് റേ എടുത്തതും പോരാ, അതുപയോഗിച്ച് ഇവരുടെ ഈ ഒരു ജെറ്റ് വണ്ടി ഉണ്ടല്ലോ അത് ഈ ചെറുക്കൻ അങ്ങോട്ട് ചെറുതാക്കുകയും ചെയ്തു. പാവം നമ്മുടെ ഗ്രൂ കഷ്ടപ്പെട്ടതൊക്കെ തന്നെ വെറുതായി പോയി. അങ്ങനെ വെക്ടർ അതും എടുത്തോണ്ട് ഇവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ പിള്ളേരാവട്ടെ അവരെ ആരെങ്കിലും ഇവിടെ നിന്ന് ദത്തെടുത്ത് കൊണ്ടുപോയാൽ മതി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടത്തിലെ ചെറുതായിട്ടുള്ള ആഗ്നസ് കൊണ്ടുപോകുന്നവർക്ക് യൂണിക്കോൺ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം അവൾക്ക് യൂണിക്കോൺ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്. പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ ഗ്രൂ ആവട്ടെ വെക്ടറിന്റെ വീടിന്റെ സമീപം കിടന്ന് കറങ്ങാൻ തുടങ്ങാണ്. ഷ്രിങ്കിങ് റേ അവന്റെ അടുത്താണല്ലോ. അങ്ങനെ ഗ്രൂ എങ്ങനെയെങ്കിലും ഇവന്റെ വീടിനകത്ത് കയറി പറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ ഭയങ്കര പ്രശ്നം. അവിടെ ഒടുക്കത്തെ സെക്യൂരിറ്റി ആണ്. അതും കൂടാതെ അവിടെ ആർക്കും അങ്ങനെ ഇങ്ങനെയൊന്നും കടന്നു ചെല്ലാൻ പറ്റത്തില്ല. ഗ്രൂ ഒത്തിരി ശ്രമിച്ചു, നടന്നില്ല. അപ്പോഴാണ് ആ 3 പെൺപിള്ളേര് നൈസായിട്ട് അവിടെ വന്ന് കുക്കീസ് വിൽക്കാനായിട്ട് വന്ന് ഈ വീടിനകത്തോട്ട് കിടക്കുന്നത് ഗ്രൂ കാണുന്നത്. ഗ്രൂവിന്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നു. ഈ കൊച്ചുങ്ങൾ ഓർഫൻസ് അല്ല, അവരെ ദത്തെടുക്കാം, ഇതുപോലെ അവന്റെ വീട്ടിലോട്ട് കയറ്റാം. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയ നമ്മുടെ ഗ്രൂ ഉടനെ തന്നെ മിനിയൻസിനെ വിളിച്ച് മിസ് ഹാറ്റിയെ കോണ്ടാക്ട് ചെയ്യാൻ പറയാണ്. അങ്ങനെ ഹാറ്റിയോട് നമ്മുടെ ഗ്രൂ പറഞ്ഞു, ഈ 3 കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്, ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടോളാം എന്ന്. അങ്ങനെ ഗ്രൂവിന്റെ പ്രൊഫൈല് ഇന്റർനെറ്റിൽ തിരക്കുമ്പോൾ നമ്മുടെ മിനിയൻസ് അവിടെ ഇവന്റെ പ്രൊഫൈലായിട്ട് ഇവൻ വലിയൊരു ഡെന്റിസ്റ്റ് ആണ് എന്ന മട്ടിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ കൺവേ ചെയ്യുന്നുണ്ട്. എനിക്ക് ചെറുപ്പം തൊട്ടേ അച്ഛനും അമ്മയൊന്നുമില്ല, അതുകൊണ്ട് അച്ഛനും അമ്മയും ഇല്ലാത്ത പിള്ളേരെയൊക്കെ എടുത്ത് വളർത്തണമെന്ന് വലിയ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് മിസ് ഹാറ്റിയെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഗ്രൂ നമ്മുടെ മാർഗോയെയും എഡിത്തിനെയും ആഗ്നസിനെയും ഇപ്പോൾ ദത്തെടുത്തിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ ഒടുക്കത്തെ സന്തോഷം. കാരണം ഇവരെ ഒരാൾ ദത്തെടുക്കണമെന്ന് ഇന്നലെയും കൂടെ അവർ പ്രാർത്ഥിച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പിള്ളേരെയും കൂട്ടി ഗ്രൂ ഇവിടെ നിന്ന് പോവുകയാണ്. ഗ്രൂവിനെ കാണുന്നതും ആഗ്നസ് കെട്ടിപ്പിടിച്ചു നിങ്ങളുടെ അടുത്ത് ഈ യൂണിക്കോൺ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യൂണിക്കോണാ, ഞാനേ ഒരു ഡെന്റിസ്റ്റാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗ്രൂ അവന്റെ വണ്ടിയിൽ കയറ്റി പിള്ളേരെയും കൊണ്ട് നേരെ വീട്ടിലോട്ട് വരും. അങ്ങനെ വീട്ടിലോട്ട് വന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല, വെക്ടർ അവനാണ് ലക്ഷ്യം കേട്ടോ. വെക്ടർ ആവട്ടെ ഈ ഷ്രിങ്കിങ് റേ ഉപയോഗിച്ച് അവന്റെ വീട്ടിലെ ക്ലോസറ്റ് ഒക്കെയാണ് ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആഹാ ഇത് വർക്കിംഗ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആരോടോ വിളിച്ചു പറയുന്നുണ്ട്. അവന്റെ ഡാഡിയോടാണ് വിളിച്ചു പറയുന്നതെന്ന് നമുക്ക് സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവും. ഗ്രൂവിന്റെ വീട് കണ്ട പിള്ളേരെ ഞങ്ങൾ ഇവിടെ അന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അന്ന് നിങ്ങളാണല്ലേ ഞങ്ങളെ പറ്റിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വീട്ടിലുണ്ടാവാറില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്രൂ അവിടെ പോവാണ്. എന്നിട്ട് പിള്ളേരെ നിങ്ങൾ വീട്ടിലിരുന്ന് ചുമ്മാ കുസൃതി ഒന്നും കാണിക്കാൻ പാടില്ല, അടങ്ങി ഒതുങ്ങിയിരിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ശേഷം നമ്മുടെ കയ്യിലെ കാണിച്ചു കൊടുക്കുകയാണ്. കയ്യിൽ എല്ലാവരെ കണ്ടാലും കടിച്ചു പറിക്കുമെങ്കിലും ഈ പിള്ളേരെ കണ്ടപ്പോൾ കയ്യിൽ ഇങ്ങനെ ഓമനത്വം കൊണ്ട് അങ്ങോട്ട് മരിച്ചു വീഴുന്ന കണക്കായിരുന്നു. ഇവരെയാണ് ഗ്രൂവിനെക്കാളും ആ പട്ടിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ വേണം പറയാനായിട്ട്. ഗ്രൂ കൊച്ചുങ്ങളെ അടുക്കളയിലാക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കുക, ഒരിക്കലും വേറെ എവിടെയും പോകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബേസ്മെന്റ് സ്ഥലത്തേക്ക് പോകാനേ പാടില്ല എന്ന്. പിള്ളേരാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് അവിടെ എവിടെയും കറങ്ങി നടക്കാണ്. ഈ സമയം ബേസ്മെന്റിലുള്ള മിനിയൻസ് ആണെങ്കിൽ ആന്റി ഗ്രാവിറ്റി സീറോ ഒക്കെ എടുത്ത് കഴിച്ച് പറന്നൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇന്നേരം നമ്മുടെ ഗ്രൂ ഇവർ കുക്കീസ് വിൽക്കാനാണല്ലോ വെക്ടറിന്റെ വീട്ടിൽ പോകുക. അതുകൊണ്ട് കുക്കീസ് റോബോട്ടിനെ ഉണ്ടാക്കാൻ വേണ്ടി നെഫേരിയോട് പറഞ്ഞിട്ട് ഇപ്പോൾ അവരുണ്ടാക്കുന്നത് ഒരു ഡാൻസ് കളിക്കുന്ന റോബോട്ടിന്. പിള്ളേര് കളിച്ച് അവസാനം ബേസ്മെന്റിലെ ഡോർ അറിയാതെ തുറക്കുന്നുണ്ട്. അങ്ങനെ ഈ പിള്ളേര് നേരെ ബേസ്മെന്റിലേക്ക് വരികയാണ്. നെഫേരി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുതിയ കുക്കീസ് റോബോട്ടിനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൂ. അപ്പോഴാണ് നമ്മുടെ പിള്ളേരുടെ വരവ്. അല്ല പിള്ളേരെ, നിങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വരല്ലേ എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്ത് കണ്ടിട്ടാ ഇങ്ങോട്ട് കയറി വന്നേ എന്ന് നമ്മുടെ ഗ്രൂ ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ ഷ്രിങ്കിങ് റേ അപ്പം അവന്റെ അടുത്താണല്ലോ, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് നെഫേരിയോട് ഗ്രൂ പറയുന്നുണ്ടായിരുന്നു. ഈ ഗ്രൂവിന്റെ അടുത്തുള്ള സകല മെഷീനും അവിടെ ഇവിടെയൊക്കെ പിടിച്ചമർത്തിയിട്ട് പിള്ളേരും അവിടെ ഇവിടെ പണി വാങ്ങിയൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ മിനിയൻസിനോട് ഈ കൊച്ചുങ്ങളെ അടക്കിയിരുത്താൻ വേണ്ടി യൂണിക്കോൺ പ്രതിമ അല്ലെങ്കിൽ യൂണിക്കോൺ ടോയ് വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഗ്രൂ. അങ്ങനെ മിനിയൻസ് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകും. പക്ഷെ അവിടെ നിന്ന് സോഫ്റ്റ് ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് കുടിക്കുക, അതുപോലെ വൈബ്രേറ്ററി ചെയറിൽ കയറി ഇരിക്കുക. അങ്ങനെ കുറച്ചു നേരം സൂചിച്ചതിന് ശേഷമാണ് അവർ തിരിച്ചു വരുന്നത്. പിള്ളേർക്കാണെങ്കിൽ അകത്തിരുന്ന് ബോറടിച്ച അവർ ഗ്രൂവിന്റെ വീട് തലകീഴായി വെക്കുന്നുണ്ട്. രാത്രി ഏറെ ആയപ്പോൾ ഗ്രൂ പിള്ളേരോട് കിടന്ന് ഉറങ്ങാൻ പറയാണ്. പക്ഷെ പിള്ളേർക്ക് നൈറ്റില് കഥ കേൾക്കണം. ഗ്രൂവിനാണെങ്കിൽ കഥയൊന്നും അറിയത്തില്ല. എന്നൊരു ഉമ്മയെങ്കിലും തന്നിട്ട് പോയെന്ന് പറയുമ്പോൾ ഗ്രൂ അതും കേൾക്കുന്നില്ല. രാത്രി വരെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മിനിയൻസ് വരും. മിനിയൻസ് വന്ന് ദേ മക്കളെ നിങ്ങളുടെ യൂണിക്കോൺ പ്രതിമ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടോയ്സ് ഒക്കെ ഇട്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ പിറ്റേ ദിവസമായി ഗ്രൂ രാവിലെ തന്നെ പിള്ളേരോട് പറയാണ്, നിങ്ങൾ ഇപ്പൊ തന്നെ കുക്കീസ് വിൽക്കാൻ പോണോ എന്ന്. അപ്പോൾ പിള്ളേർ പറഞ്ഞു, ഇല്ലല്ല, ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ഗ്രൂ അങ്ങനെ കുറെ നിർബന്ധിച്ചെങ്കിലും പിള്ളേർ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം ഗ്രൂ ഗതി കെട്ട് ഡാൻസ് പ്രാക്ടീസിന്റെ സ്ഥലത്തേക്ക് പിള്ളേരെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. പിള്ളേർക്ക് ഈ അടുത്തൊരു ബാലറ്റ് പെർഫോമൻസ് കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രൂവിനോട് ഞങ്ങളുടെ ഡാൻസ് കാണാൻ വായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേരെ അവിടെ ചെന്ന് ആക്കിയതിന് ശേഷം നമ്മുടെ ഗ്രൂ തിരിച്ചു വരും. ബേസ്മെന്റിൽ വന്ന് ഈ ഒരു കുക്കീസ് റോബോട്ട് എടുക്കും. അതിനുശേഷം പിള്ളേരുടെ അടുത്ത് അത് കൊടുത്തു വിട്ട് വെക്ടറിന്റെ വീട്ടിലോട്ട് അവർ കയറും. അങ്ങനെ ഈ റോബോട്ട് അകത്തെത്തുമ്പോൾ നേരെ ഇവിടെ അകത്തോട്ട് കടക്കാനുള്ള സെക്യൂരിറ്റി സെറ്റപ്പ് ഒക്കെ തന്നെ ഓഫാക്കും. അതിനുശേഷം നമ്മുടെ വെക്ടർ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ഷ്രിങ്കിങ് റേ എടുക്കും. പക്ഷെ ഇവർ ചെയ്യുന്നൊരു പണി എന്താണെന്ന് വെച്ചാൽ, അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വെളിയിലോട്ട് കടക്കാൻ പറ്റാത്ത വിധത്തില് ആ ഡോർ അടച്ചു വെക്കുന്നുണ്ട് മണ്ടന്മാര്. പിള്ളേര് കുക്കീസും വിട്ട് പുറത്തോട്ട് പോകും. ഷ്രിങ്കിങ് റേ കയ്യിൽ കിട്ടിയെങ്കിലും ഇവിടെ നിന്ന് വെളിയിലോട്ട് കടക്കാൻ പറ്റാത്ത നമ്മുടെ ഗ്രൂവും കൂട്ടരുമാണെങ്കിൽ വെക്ടറിന്റെ മുന്നിൽ ചെന്ന് ചാടേണ്ടതായിരുന്നു. എന്തോ ദൈവഭാഗ്യം കൊണ്ട് അവര് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഒരു വിധം വെക്ടറിന്റെ വീട്ടിൽ നിന്ന് ഇവര് ഷ്രിങ്കിങ് റേ ഒക്കെ ആയിട്ട് വെളിയിലോട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ പിള്ളേരെയും കൂട്ടിയിട്ട് ഗ്രൂ തിരിച്ചു പോകുമ്പോൾ പിള്ളേർക്കാണെങ്കിൽ പ്രതിമ വേണം, അല്ലെങ്കിൽ പാർക്കിലോട്ട് പോകണം, അതൊക്കെ. അങ്ങനെ പിള്ളേരെ കൊണ്ട് കളയാം എന്നുള്ള വ്യാജേന ഇവരെന്തോ ചെയ്തു, ഗ്രൂ നേരെ ഒരു പാർക്കിലോട്ട് കൊണ്ടുപോകും. റോളർ കാസ്റ്ററിലാണ് ഗ്രൂവിനെയും കൂട്ടി ഇവര് പിള്ളേര് കയറുന്നത്. ഗ്രൂവിനാണ് കൊടുക്കാത്ത പേടി, സംഗതി വില്ലനൊക്കെ തന്നെയാണ്. പക്ഷെ ഇക്കാര്യത്തിലൊന്നും അവന് ഒട്ടും തന്നെ ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ നിന്ന് ഒരു യൂണിക്കോൺ പ്രതിമ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ടാസ്ക് ഒക്കെ ചെയ്യത്തില്ലേ, ടാസ്ക് ഒക്കെ ചെയ്താലും ആ കടക്കാരൻ എന്തോ ഒരു കള്ളത്തരം കാണിച്ച് ഈ യൂണിക്കോൺ പ്രതിമ മാത്രം പിള്ളേർക്ക് കിട്ടുന്നില്ല. ഗ്രൂവിന്റെ സംഗതി മനസ്സിലായി, ഇയാൾ ഉഡായിപ്പാണെന്ന്. അങ്ങനെ ഗ്രൂ തന്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് ഇവിടേക്ക് ഷൂട്ട് ഓൺ ചെയ്ത് അവസാനം ആ കട തന്നെ ആകെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം പിള്ളേർക്ക് വേണ്ടി ആ ഒരു പ്രതിമയും കൂടെ എടുത്തു കൊടുത്ത് പിള്ളേരെ ഇനി ഇത് വെച്ച് കളിച്ചോ എന്നും പറയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഗ്രൂവിനെ കാണുമ്പോൾ നെഫേരിയോ ഇവൻ ആകെ ആള് മാറിപ്പോയല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഷ്രിങ്കിങ് റേ ഉപയോഗിച്ച് ആദ്യം ഒരു കുഞ്ഞു മിനിയനെ തന്നെ ചെറുതാക്കിയതിന് ശേഷം നമ്മുടെ പെർക്കിൻസിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവര് ഈ കാര്യം കാണിച്ചു കൊടുക്കുകയാണ്, ഇന്നതാണ് പ്ലാൻ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലോൺ അനുവദിക്കണം എന്നൊക്കെ. പക്ഷെ നമ്മുടെ പെർക്കിൻസ് ഒക്കെ ശരിയാണ്, പക്ഷെ നീ ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിനക്ക് ലോൺ തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഗ്രൂവിന് ലോൺ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെർക്കിൻസ് ശരിക്കും ഇവന് ലോൺ അനുവദിക്കാത്തതിന് മറ്റൊരു കാരണം ഉണ്ടായിരുന്നു. പെർക്കിൻസിന്റെ മകനായ വെക്ടർ ഏറ്റവും വലിയ വില്ലൻ ആവണമെന്നാണ് അവന്റെ ആഗ്രഹം. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഗ്രൂവിന്റെ പ്ലാനൊക്കെ പെർക്കിൻസിന് മനസ്സിലാവുകയും ചെയ്തു. ഇവന്റെ കയ്യിൽ ഷ്രിങ്കിങ് റേ ഉണ്ടെന്ന് അറിയുകയും ചെയ്തു. ഗ്രൂ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയാം, അതുകൊണ്ട് വെക്ടറിനെ സഹായിക്കാമെന്ന് പെർക്കിൻസ് വിചാരിക്കുന്നു. ഗ്രൂവിന്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മുടെ പിള്ളേര് അവരുടെ കയ്യിലുള്ള പിഗ്ഗി ബാഗ് കൊണ്ടുവന്ന് ഇതിലുള്ള പൈസ മുഴുവൻ നിങ്ങൾ എടുത്തു എന്ന് പറയുന്നു. മിനിയൻസ് അവരുടെ ഒരുപാട് സമ്പാദ്യങ്ങളും കൊണ്ടുകൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ പിള്ളേരെ ഇടയ്ക്ക് വെച്ചിട്ട് ഡാൻസ് പ്രാക്ടീസ്, ഗ്രൂവിന് അമ്പിളിമാമനെ അടിച്ചു മാറ്റേണ്ടതിന്റെ തിരക്ക്, രണ്ടുപേരും രണ്ടു വഴിക്കാണെങ്കിൽ കൂടിയും ഇവരെല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ് അവിടെ കഴിയുന്നത് കേട്ടോ. ഈ പിള്ളേരുടെ ബാലറ്റ് ഡാൻസ് ഉള്ള സെയിം ഡേയിൽ തന്നെയാണ് ഗ്രൂവിന് അമ്പിളിമാമനിൽ പോയിട്ട് അമ്പിളിമാമനെ എടുത്തോണ്ട് വരേണ്ടത്. കാരണം ആ ദിവസമാണ് ഭൂമിയോട് ഏറ്റവും ചേർന്ന് അമ്പിളിമാമൻ നിൽക്കുക. ഈ പ്ലാൻ തന്നെ നശിപ്പിക്കാൻ വേണ്ടി പെർക്കിൻസ് വെക്ടറിനെ കൊണ്ട് ഓരോരോ പ്ലാനുകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും ഗ്രൂവിന് അറിയത്തുണ്ടായിരുന്നില്ല. ഗ്രൂ ആണെങ്കിൽ ദിനം പ്രതി നമ്മുടെ പിള്ളേരോട് അടുത്തടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യം അവരുടെ കൂടെ കഥ പറയാനോ സംസാരിക്കാനോ നിൽക്കാത്ത നമ്മുടെ ഗ്രൂ ഇപ്പൊ അവരുടെ കൂടെ കഥ വായിക്കാൻ നിൽക്കും, അങ്ങനെ വർത്താനം പറയാൻ നിൽക്കും. ഇപ്പോ നമ്മുടെ ആഗ്നസ് ഒരു കഥാബുക്ക് എടുത്തിട്ട് ഗ്രൂവിന് കൊടുക്കുമ്പോൾ ഗ്രൂ കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു യൂണിക്കോണിന്റെ കഥ. ഈ യൂണിക്കോൺ മാന്ത്രികതയുണ്ടായിരുന്നു, പിന്നീട് ഒരു മുയൽ വന്നു. അങ്ങനെ ഒരു പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് ഗ്രൂ കഥ പറയുന്നതെങ്കിൽ പോലും ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവർക്ക് വേണ്ടി കുഞ്ഞു കഥകൾ പറഞ്ഞു കൊടുക്കുന്നേ കേൾക്കുമ്പോൾ നമ്മുടെ പിള്ളേര് വലിയ കൗതുകത്തോട് കൂടിയിട്ട് ഗ്രൂവിന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയേയിരിക്കും. ശേഷം അവരറിയാതെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഗ്രൂ എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കി അവരെ എണീപ്പിക്കും. അതിനുശേഷം അവരെ കിടത്തി ഉറക്കും. കുഞ്ഞുങ്ങള് ഗ്രൂവിന്റെ ഫാമിലി എന്ന പേരിൽ ഒരു ഫോട്ടോസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അവന്റെ വീടൊന്ന് ഉണർന്നു എന്ന് വേണം പറയാനായിട്ട്. ഗ്രൂ ആ പിള്ളേരോടുള്ള അടുപ്പം കാരണം അവന്റെ കണ്ടുപിടുത്തങ്ങളിലൊന്നും ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായ നെഫേരിയോ ഒരു പണി ഒപ്പിച്ചു വെക്കുകയാണ്. പിള്ളേരെ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി മിസ് ഹാറ്റിയെ അറിയിക്കുന്നു. അങ്ങനെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പ് പിള്ളേരോട് കൂടിയിട്ട് സംസാരിച്ചൊക്കെ നിൽക്കുമ്പോഴാണ് മിസ് ഹാറ്റി വന്ന് പിള്ളേരെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുന്നത്. ഗ്രൂവിനാകെ സങ്കടമായി. നെഫേരിയോ ചെയ്തതാണെന്ന് അറിയാമെങ്കിലും കുറച്ച് നാളത്തേക്കല്ലേ, ഇക്കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടി ഗ്രൂ സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പിള്ളേരെ മിസ് ഹാറ്റി കൊണ്ടുപോകുമ്പോൾ ഗ്രൂവിന് അത് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഇവരാണെങ്കിൽ ബോക്സ് ഓഫ് ഷെയിമിലാണ് ഈ പിള്ളേരെ ഇട്ട് വെക്കുന്നത്.
അങ്ങനെ ആ ദിവസം വന്നെത്തി നമ്മുടെ ഗ്രൂ ഇപ്പോ ചന്ദ്രനിലേക്ക് പോവാണ്. അവന്റെ അമ്മയോട് കുഞ്ഞു നാളില് അവൻ പറയാറുണ്ടായിരുന്നു, എന്റെ അമ്മയ്ക്ക് വേണ്ടി ചന്ദ്രനെ വരെ ഞാൻ പിടിച്ചോണ്ട് വരുമെന്ന്. അതിപ്പോ യാഥാർത്ഥ്യമാവാൻ പോവാണെന്നൊക്കെ അമ്മയോടൊക്കെ വിളിച്ചു പറഞ്ഞാണ് ഗ്രൂ പോവാൻ തുടങ്ങുന്നത്. ഇവൻ പോകുന്ന ഡേറ്റും പ്ലാനിങ്ങും എല്ലാം അറിയാവുന്ന നമ്മുടെ പെർക്കിൻസ് വെക്ടറിനെ ഇത് തടയാനായിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രൂവിന്റെ ഈ റോക്കറ്റ് തടയാൻ വന്ന നമ്മുടെ വെക്ടർ അടിമുടി പണി വാങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ആകെ പെട്ടുകിടക്കുന്നുണ്ട്. ഗ്രൂ നേരെ എത്തിച്ചേരുന്നത് നമ്മുടെ സ്പേസിലോട്ട്. അവിടെ നിന്ന് ഷ്രിങ്കിങ് റേ ഉപയോഗിച്ച് നമ്മുടെ ചന്ദ്രനെ പതിയെ ചെറുതാക്കിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഗ്രൂ. താഴെ നിന്ന് ചന്ദ്രനെ നോക്കി കൂവി വിളിക്കുന്ന കുറുക്കം വരെ എന്തോന്നിത്, എന്റെ കൂവല് കേട്ട് ചന്ദ്രൻ ഓടിപ്പോവാണോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു പന്ത് കണക്ക് അമ്പിളിമാമനെ ആക്കി നമ്മുടെ ഗ്രൂ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നേരത്തെ ഷ്രിങ്കിങ് റേ ഉപയോഗിച്ച് ചെറുതാക്കിയിരുന്ന മിനിയൻ വലുതാവുന്നത് നെഫേരിയോ ശ്രദ്ധിച്ചു. ഇവിടെ നമ്മുടെ പിള്ളേരാണെങ്കിൽ ഗ്രൂ അവരുടെ ഡാൻസ് കാണാൻ വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഷ്രിങ്കിങ് റേക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, ഇത്ര ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഗതി ചെറുതാക്കിയതായാലും അത് വലുതാകും എന്നുള്ളത് മനസ്സിലാക്കിയ നെഫേരിയോ ഗ്രൂവിനോട് ഇത് പറയാൻ പോവാണ്. അപ്പോഴേക്ക് ഗ്രൂ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രൂ നേരെ പിള്ളേരുടെ ഡാൻസ് കാണാൻ വരുമ്പോഴേക്ക് പിള്ളേരെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നും അത് വിക്ടർ ആണെന്നും മനസ്സിലാവുകയാണ്. ഈ ചന്ദ്രനെ തന്നാൽ മാത്രമാണ് പിള്ളേരെ തിരിച്ചു തരൂ എന്ന് പറഞ്ഞ വെക്ടറിനെ ചന്ദ്രനെ കൊടുത്തെങ്കിലും ഗ്രൂവിന് കൊടുത്ത വാക്ക് വെക്ടർ പാലിക്കുന്നില്ല. അങ്ങനെ പിള്ളേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വെക്ടറിന്റെ സ്പേസ്ഷിപ്പിന് പിറകെ നമ്മുടെ ഗ്രൂ ചെല്ലുകയാണ്. പിള്ളേരെന്ന് പറഞ്ഞ അവനിപ്പോ ജീവനായതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവൻ തയ്യാറാകുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രൂവും വെക്ടറും കൂടെ അവിടെ ഒരു ചേസ് നടക്കുന്നുണ്ട്. അപ്പോഴാണ് നെഫേറിയോ ഈ ഒരു കാര്യം പറയുന്നത്, ഈ ഷ്രിങ്കിങ് റേ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ തന്നെ വലുതാവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ അവർക്കും അപകടമാണെന്ന്. അങ്ങനെ വളരെ സ്പീഡിൽ വെക്ടറിന്റെ സ്പേസ്ഷിപ്പിന് അരികിൽ പോയ നമ്മുടെ ഗ്രൂ അവിടേക്ക് ആ ഒരു സ്പേസ്ഷിപ്പിലേക്ക് ഒരു വയറ് കണക്ട് ചെയ്യും. അപ്പോഴേക്ക് ചന്ദ്രൻ വലുതാവാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. മാർഗോയും എഡിത്തും ഇപ്പൊ ഗ്രൂവിന്റെ കൈവശം പെട്ടു. പക്ഷെ ആഗ്നസിനെ കിട്ടുമ്പോഴേക്ക് നമ്മുടെ ആ വെക്ടർ വണ്ടി കുറച്ചുകൂടെ സ്പീഡ് കൂട്ടും. എങ്ങനെയൊക്കെയോ നമ്മുടെ ഗ്രൂ ആഗ്നസെ കൂടെ രക്ഷപ്പെടുത്തി അവർ താഴെ വീഴാൻ പോകുന്നുണ്ട്. എന്നാലും രക്ഷപ്പെട്ട് നിൽക്കുമ്പോഴേക്ക് ഈ വെക്ടറിന്റെ സ്പേസ്ഷിപ്പിന് അകത്തുണ്ടായിരുന്ന ചന്ദ്രൻ അങ്ങോട്ട് വലുതാവും. അതിന് പിന്നീട് വെക്ടറിനും പരിക്കുപറ്റും. ചന്ദ്രൻ അതിന്റെ യഥാസ്ഥാനത്ത് പോകുമ്പോൾ വെക്ടറും കൂടെ പോവാണ്. ചന്ദ്രനെ മോഷ്ടിക്കാൻ വന്ന വില്ലനെ ഒരു ഹീറോ തടഞ്ഞു എന്ന പേരിൽ ഗ്രൂ വളരെയധികം ഫേമസ് ആയി. പിള്ളേർക്ക് സങ്കടം എന്താണെന്ന് വെച്ചാൽ ഗ്രൂ ഇവരുടെ ഡാൻസ് കാണാൻ വന്നില്ലല്ലോ എന്നാണ്. പിള്ളേർ എപ്പോഴും ഇവനോട് യൂണിക്കോണിന്റെ കഥ ചോദിക്കും. അതുകൊണ്ട് ഗ്രൂ സ്വന്തമായിട്ടൊരു യൂണിക്കോൺ സ്റ്റോറി ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല വലിയൊരു യൂണിക്കോൺ ഉണ്ടായിരുന്നു. ഈ യൂണിക്കോൺ 3 പൂച്ചക്കുഞ്ഞുങ്ങളെ ദത്തെടുത്തു. ആ കുഞ്ഞുങ്ങൾ കാരണം ഈ യൂണിക്കോണിന്റെ ലൈഫ് തന്നെ ഒത്തിരി മാറി. ആ യൂണിക്കോൺ ആ പൂച്ചക്കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹിച്ചു. ഇത് കേൾക്കുന്ന ആഗ്നസ്, ഇത് ഞങ്ങളെ പോലെ ഉണ്ടല്ലോ ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നു. എന്നിട്ട് കഥയും കേട്ട് അവർ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഗ്രൂ ആദ്യം അവർക്ക് ഉമ്മ കൊടുക്കാറില്ലെങ്കിലും ഇപ്പൊ ഉമ്മ കൊടുക്കും. എന്നാ ഇത് കാണുന്ന മിനിയൻസ് ഞങ്ങൾക്കും വേണം കിസ് എന്നും പറഞ്ഞ് അവിടോട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ ഗ്രൂവിന് ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ പിള്ളേരുടെ ഡാൻസ് കാണാൻ പറ്റിയില്ലല്ലോ. മിനിയൻസിനെയും അവന്റെ അമ്മയെയും എല്ലാവരെയും കൂട്ടി ഗ്രൂ പിന്നീടും നമ്മുടെ പിള്ളേരുടെ ബാലറ്റ് ഡാൻസ് പെർഫോം ചെയ്യിപ്പിക്കുകയാണ്. ബാലറ്റ് ഡാൻസ് പിന്നീട് പോയി ഇവര് ഗ്രൂവിനെ കൂടെ സ്റ്റേജിലോട്ട് വിളിച്ചപ്പോഴേക്ക് മിനിയൻസും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിട്ട് അത് മാറി. എല്ലാവരും ഡാൻസോടു ഡാൻസ്. നമ്മുടെ ഗ്രൂ ഡാൻസ് ചെയ്യുന്നു, നെഫേറിയോ ഡാൻസ് ചെയ്യുന്നു, എന്തിനേറെ പറയാൻ ബഹിരാകാശത്ത് കിടക്കുന്ന വെക്ടർ വരെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലെ ഒരു ഹാപ്പി സീനോട് കൂടിയാണ് 2010 പുറത്തിറങ്ങിയ ഡെസ്പിക്കബിൾ മീ എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത്. മിനിയൻ മൂവീസ് എന്ന് പറഞ്ഞാലായിരിക്കുമല്ലേ കൂട്ടുകാർക്ക് കൂടുതൽ മനസ്സിലാവുക. കാരണം കൂടുതൽ പോപ്പുലാരിറ്റി നേടിയ ഒരു ക്യാരക്ടർ സെക്ഷൻ ആണ് ഈ മിനിയൻസ്. സോ മിനിയൻസിനെ തന്നെ സെൻട്രലൈസ് ചെയ്തിട്ട് വേറെയും ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട്. മിനിയൻ മൂവീസ് ഇഷ്ടമാണോ കൂട്ടുകാർക്ക്? ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാട്ടോ. പിന്നെന്താ, നമ്മളെപ്പോഴും ഈ ഒരു കഥയുടെ മെസ്സേജ് ആട്ടോ പറയുന്നത്. നമ്മളെപ്പോഴും കരുതാണ് നമ്മളെ കുറിച്ച് എല്ലാവരും നല്ലത് മാത്രം പറയണം. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല. കാരണം ഒരാൾക്ക് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അപ്പൊ നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ വെളിയിലോട്ട് വരുന്നൊരു കാര്യമാണ്. എപ്പോഴും എല്ലാവരുടെ മുന്നിലും ഞാൻ നല്ലവനാണ് എന്നും പറഞ്ഞ് അഭിനയിച്ചിരിക്കാൻ ഒരിക്കലും ആരെ കൊണ്ട് സാധിക്കില്ല. ഒരു മനുഷ്യനാവുമ്പോൾ അവർക്ക് നല്ല വശവും ചീത്ത വശവും ഉണ്ടായിരിക്കും അല്ലേ.
അതെന്തായാലും ഒരുപോലെ പുറത്തോട്ട് വരികയും ചെയ്യും. ഇപ്പൊ നമ്മുടെ ഗ്രൂ കാണിക്കുന്നത് അവനൊരു വില്ലനാണെന്ന് എല്ലാവരും കരുതണമെന്നാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവന്റെ നല്ല വശം വെളിയിലോട്ട് വരുന്നുണ്ട്. അതേ കണക്ക് തന്നെയാണ് നമ്മുടെയും കാര്യം. നമ്മളെപ്പോഴും നല്ലതായിരിക്കണം, മറ്റുള്ളവർ നമ്മളെ പറ്റി നല്ലത് പറയണം എന്ന് ചിന്തിച്ചാല് അത് നടക്കുന്ന കാര്യമല്ല. നമ്മളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മോശം സ്വഭാവവും വെളിയിലോട്ട് വരുമ്പോൾ അതും അംഗീകരിക്കാൻ കഴിവുള്ളവരായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരെ വേണം നമ്മൾ എപ്പോഴും കൂടെ നിർത്താനായിട്ട്. അതാണ് ഈ ഒരു കഥയുടെ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. കൂട്ടുകാരുടെ മൂവി സജഷൻസും സീരീസ് സജഷൻസും കൂടെ പറയാട്ടോ. പിന്നെ ആനിമേഷൻ ആയിരിക്കണം എന്ന് മാത്രം. നമ്മുടെ വീഡിയോയ്ക്കിടയിൽ ഹായ് വേണ്ട കൂട്ടുകാരെ പേരുകൾ കമന്റ്സ് ആയിടുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഹായ് വേണം എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിന്റെ പേര് അലോഷി എന്നാണ്. അപ്പൊ അലോഷിക്ക് ഒരു വലിയ ഹായ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കേണ്ട കൂട്ടുകാർ ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപ് എന്നാണ് ബർത്ത്ഡേ എന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നും കൂടെ കമന്റ്സ് ആയി പറയാട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.